നമ്മൾ ആദ്യം ശബരിമലയിലേക്കാണ് പോകുന്നത്. ഭക്തരുടെ വൻ തിരക്കാണ്. തിരക്കേറിയതോടെ പലയിടത്തും പോലീസ് വാഹനങ്ങൾ തടയുന്നുണ്ട്. നിലയ്ക്കലിലും ഇടത്താവളങ്ങളിലും നിയന്ത്രണമുണ്ട് വാഹനങ്ങൾക്ക്. ഇന്നലെ 1 ലക്ഷത്തിലേറെ പേരാണ് 18ാം പടി കയറിയത്. പമ്പയിൽ നിന്ന് നിയന്ത്രിച്ചാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ മരക്കൂട്ടം, ക്യൂ കോംപ്ലക്സ്, ശരംകുത്തി, വലിയ നടപ്പന്തൽ എന്നിവിടങ്ങളിൽ ഭക്തരെ തടഞ്ഞു നിർത്തുന്നുമുണ്ട്. ക്രിസ്മസ് അവധി ആയതോടെ കുട്ടികളുമായി ദർശനത്തിന് എത്തുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇന്നലത്തെ ബ്രേക്കിംഗ് ടെസ്റ്റില്ലേ 1 ലക്ഷം പേര് കയറി പ്രതിദിനം എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടതോടെ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കോട്ടയം ജില്ല മുതൽ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടയാതെ നിർവാഹമില്ല എന്നാണ് പോലീസ് പറയുന്നത്. ആദിത്യൻ ഓമനക്കുട്ടൻ കൂടുതൽ വിവരങ്ങൾ നൽകും. തീർത്ഥാടകരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടതോടെ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കോട്ടയം ജില്ല മുതൽ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടയാതെ നിർവാഹമില്ലെന്ന് പോലീസ്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകരെത്തി. ഇന്നലെ മുതൽ ഇടത്താവളങ്ങളിലൊക്കെ ഭക്തരെ വലിയ തോതിൽ തടഞ്ഞു നിർത്തുകയാണ്. ഇപ്പോൾ പോലീസിന് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഏറെ പ്രതിസന്ധിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എരുമേലിക്കടുത്തുള്ള ദൃശ്യങ്ങളാണ്. ഇത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരെത്തുന്ന ഒരുപാട് വാഹനങ്ങൾ, വലിയ വലിയ ബസ്സുകളൊക്കെ റോഡിൽ എരുമേലിക്ക് തൊട്ടടുത്ത് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. കൊരട്ടിക്കടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂട്ടമല്ല എപ്പടി ഇருக்கு? நம்ம கூட்டம் வண்டி 5 மணி நேரம் 7 மணி நேரம் டிராவல் 7 മണി നേരமாக വെയിറ്റ് പண்றோம். തിരക്ക് നിയന്ത്രിക്കാൻ ഉള്ള പരമാവധി ശ്രമം പോലീസിന്റെ ഭാഗത്ത് തുടരുകയാണ്. പാതയിൽ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ ഭക്തർക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടാത്ത സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് പോലീസ്. മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതായതോടെ തീർത്ഥാടകർ പ്രകോപിതരായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാമിമാർ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. തീർത്ഥാടക വാഹനങ്ങളുടെ നിര കിലോമീറ്ററോളം നീണ്ടതോടെ പലയിടത്തും പൊതുഗതാഗതവും നിലച്ചു. തിരക്ക് കൂടുമ്പോൾ എരുമേലിയിലെ പേട്ടതുള്ളൽ പാതയിൽ പോലും സ്വാമിമാരെ തടയുകയാണ്. മുൻപൊന്നുമില്ലാത്ത വിധം ഇങ്ങനെ വഴിയിൽ കിടക്കേണ്ടി വരുന്നത് അനീതിയാണെന്ന് സ്വാമിമാർ പറയുന്നു. ಕುಡಿಯೋದಕ್ಕೆ ತಣ್ಣಿ ಇಲ್ಲ, ಸಾಪಡಕ್ಕೆ ಫುಡ್ ಇಲ್ಲ, ಒಂದೂ ಇಲ್ಲ. ಕೇರಳ ಸರ್ಕಾರನೇ ಸರಿ ಇಲ್ಲ, ಏನು ವ್ಯವಸ್ಥೆ ಇಲ್ಲ, ಇಲ್ಲಿ ಯಾರು ಬರಬೇಡ್ರಿ ಇಲ್ಲಿ ಅಂತ ಹೇಳ್ಬೇಕು. കുഞ്ഞ് മക്കളുമായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. അവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അവർക്ക് വെള്ളവും ഭക്ഷണവും കിട്ടുന്നില്ല. ಕ್ರೌಡ್ 5 ಕಿಲೋಮೀಟರ್ ಫುಲ್ ಜಾಮ್, 5 ಕಿಲೋಮೀಟರ್ ഫുൾ ട്രാഫിക് ജാം. വാട്ടർ ആൻഡ് ഫുഡ് ಏನೂ ಇಲ್ಲ. ಈಗ ಬರ್ತಾ ಇದೀವಿ, ಇಲ್ಲ ನಡ್ಕೊ ಹೋಗ್ತಾ ಇದೀವಿ. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഇതിലേറെയുണ്ടായ അനുഭവം ഒരുപാടുണ്ട്. പക്ഷേ ഇത്രമാത്രം കഷ്ടതകൾ സഹിച്ച് പെരുവഴിയിലായ അവസ്ഥ മുൻപുണ്ടായിട്ടില്ല. നല്ലോണം നോക്കാം, രക്ഷയില്ല. എത്ര നേരമായിട്ട് കിടക്കുന്നു പെട്ട്? 2-3 മണിക്കായി കിടക്കുന്നു കിടക്കുന്നുണ്ടാവും. വന്നു പോയില്ലേ, കേറാണ്ട് പോകാൻ പറ്റില്ലല്ലോ. വെള്ളം കിട്ടിയോ? വെള്ളം ഭക്ഷണമൊക്കെ ഉണ്ടോ? കാറിൽ വെള്ളം ഉണ്ടായാണ് കുടിക്കുന്നത്, വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല, ഇവിടെ ഒന്നും കിട്ടാനില്ല. വണ്ടി എത്തില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവർ നടന്നു പോവുകയാണ്. നമ്മളിപ്പോൾ കാണാം അവരുടെ വാഹനം ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് അവർ നടന്നു പോവുകയാണ്. അവരൊരു തീരുമാനം എടുത്തിട്ട് പലരും അങ്ങനെ തീരുമാനം എടുത്ത് പോകുന്നത് നമ്മൾ നേരത്തെയും കണ്ടു. ഈ സീസണിലെ ശബരിമല തീർത്ഥാടനത്തിലെ അനിയന്ത്രിത തിരക്കിൽ സർക്കാർ ഇനി പഴി കേൾക്കാനിടമില്ല. മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് ഇനിയും കൂടും. പക്ഷേ ഇനിയും ഒരു ഉപായം കണ്ടെത്താൻ പോലീസിനും കഴിഞ്ഞിട്ടില്ല. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ എന്ന ശരണമന്ത്രം വിളിക്കുന്ന സ്വാമിമാർക്ക് വഴിനീളെ സമ്മാനിക്കുന്നത് അതികഠിന യാത്ര. 7 മണിക്കെത്തി. അപ്പോൾ അതിനു മുമ്പ് വരുന്നവരും ഇവിടെ ഇപ്പം തടഞ്ഞിട്ടിരിക്കുന്നത്. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്.
അപ്പോൾ അത് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടുന്ന് കടത്തിവിട്ടാലും ബാക്കി ഹൈവേയിലോട്ടിയാലും പിന്നെ വണ്ടി കടത്തിവിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ചെറിയ കുട്ടികളും ഭക്ഷണമില്ല, ഒന്നുമില്ല, വെള്ളമില്ല, ഒരു ക്യാമ്പിലില്ല, മൊത്തത്തിൽ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ നിൽക്കുന്നത് ചെറിയ കുട്ടികളെയും കൊണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ തിരിയുന്നില്ല. നമുക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. ബസ്സിന് ഉറക്കൊഴിഞ്ഞ് ക്ഷീണം വേറെയുണ്ട്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. തുടർച്ചയായ അവധിക്കൊപ്പം മണ്ഡലപൂജയും അടുത്തതോടെയാണ് ശബരിമലയിലേക്ക് കൂടുതൽ പേർ എത്തിയത്. സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചതോടെ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് തടയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊൻകുന്നം മുതൽ വൈക്കം വരെ വാഹനങ്ങൾ വഴിയിൽ പിടിച്ചിട്ടു. ഇത് കിലോമീറ്ററുകൾ നീണ്ടതോടെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരടക്കം പ്രതിഷേധിച്ചത്. ಸೇಫ್ ಇಲ್ಲ, ಒಂದೂ ಇಲ್ಲ, ಕುಡಿಯೋದಕ್ಕೆ ತಣ್ಣಿ ಇಲ್ಲ, ಸಾಪಡಕ್ಕೆ ಯಾವ ಫುಡ್ ಇಲ್ಲ, ಒಂದೂ ಇಲ್ಲ. ಕೇರಳ ಸರ್ಕಾರನೇ ಸರಿ ಇಲ್ಲ. ಆ CM ವೇಸ್ಟು. தண்ணி எங்கேயும் இல்லை, வழியில் ரொம்ப சிரமமாக இருக்குது. നല്ല ബ്ലോക്കാ, ഒരു രക്ഷയില്ല. എത്ര നേരമായിട്ട് കിടക്കുന്നു പെട്ട്? 2 മണിക്കൂറായി കിടക്കുന്ന ബ്ലോക്ക് കിടക്കുന്നുണ്ടാവും. എല്ലായിടത്തും വണ്ടിയിൽ വന്നിട്ട് നല്ല ബ്ലോക്കില്ല. 3-4 മണിക്കൂറായി കിടക്കുന്ന ബ്ലോക്ക് കിടക്കുന്നുണ്ട്. ഇപ്പം എങ്ങോട്ട് പോവാ? എങ്ങോട്ട്? കരിമേലിക്ക് പോകുന്ന നേരം നടന്നു പോകണം. വണ്ടി എന്തായാലും എത്തൂല. ക്രിസ്മസ് അവധി ദിനത്തിലും ശബരിമലയിലെ തിരക്കിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി ഹൈക്കോടതി. അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ സർക്കാരിന് നിർദ്ദേശം. ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ നിയന്ത്രിക്കുന്നത് പോലീസിന് തീരുമാനിക്കാമെന്നും കോടതിയുടെ ഉത്തരവ്. சின்ன குழந்தைகளுக்கும் இந்த லேடிஸ்க்கும் தனி வரிசை கொடுத்துருந்துருக்கலாம். குழந்தைங்க மயக்கமாறாங்க, மூச்சு திணறல் ஏற்படுது. பெரியவங்க நாங்கள் கொஞ்சம் தாங்கிக்கிடுவோம். சின்ன குழந்தைங்க பாவம் ரொம்ப கஷ்டப்படுறாங்க. மயக்கம் போட்டு விழுந்து அடிபட்டு வந்துக்கு நிற்கிறேன் குடோன்ல போடும்போது ரொம்ப கஷ்டமாக இருக்குது. ஆமாம், சாப்பிட முடியல, தூங்க முடியல, நிறைய ஆள் இருக்காரு. ഇന്നലെ മുതൽ ഭക്തർ മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. കിലോമീറ്ററുകൾ നീണ്ട ക്യൂ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അടിയന്തരമായി പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. പ്രധാനമായും 2 നിർദ്ദേശങ്ങളാണ് കോടതിയിൽ നിന്ന് വന്നത്. തീർത്ഥാടക വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം. ജില്ലാ ഭരണകൂടവും പോലീസും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഇടപെടണമെന്നും കോടതി നിർദ്ദേശിച്ചു. മണ്ഡലപൂജയ്ക്ക് വലിയ തിരക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത 2 ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗ് 90,000 ആണെന്ന് സർക്കാർ കോടതി അറിയിച്ചു. 10,000-ഓളം സ്പോട്ട് ബുക്കിംഗും പ്രതീക്ഷിക്കുന്നു. ഒരു ബുക്കിംഗുമില്ലാതെ 20,000-ഓളം പേർ എത്തുന്നുമുണ്ട്. ഇതാണ് വലിയ പ്രശ്നമെന്നും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തിരക്ക് കൂടുമ്പോൾ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ നിയന്ത്രിക്കുന്നതിൽ ADGPക്ക് തീരുമാനമെടുക്കാമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 27-നാണ് മണ്ഡലപൂജ. നാളെ തിരക്ക് ഇനിയും കൂടും. ഈ ഘട്ടത്തിൽ തീർത്ഥാടകർക്ക് സുഖദർശനമൊരുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് പോലീസിനും ദേവസ്വം ബോർഡിനുമുള്ളത്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഇതുവരെ ഏകദേശം 27.5 ലക്ഷം പേർ ദർശനത്തിനെത്തിയെന്ന് ദേവസ്വം ബോർഡിന്റെ കണക്ക്. തങ്കയങ്കി ഘോഷയാത്രയും മണ്ഡലപൂജയും കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ദിവസവും 10,000 എന്ന നിലയിൽ തുടരുകയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 26-ന് 64,000-ഉം മണ്ഡലപൂജ ദിവസമായി 27-ന് 70,000-ഉമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്ന ഒരു തിരക്കൊക്കെ കരുതിയാണ് നമ്മൾ 64,000 ആക്കി ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000-ആണ്. നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ്. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. ഇനി നമുക്ക് സന്നിധാനത്തേക്ക് പോകാം. ഈ പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങൾ ഇത്രയും നേരം ഇത്രയും മണിക്കൂറൊക്കെ കാത്തിരുന്നാണ് ഭക്തർ അയ്യനെ ദർശിക്കാൻ എത്തുന്നത്. സന്നിധാനത്തെ നിയന്ത്രണങ്ങളെക്കുറിച്ച്, നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ശ്യാം സുന്ദർ പറയും. സന്നിധാനത്ത് ഇപ്പോൾ തിരക്ക് വളരെ നിയന്ത്രണ വിധേയമാണ്. രാവിലെ ഉണ്ടായിരുന്ന, പകൽ സമയത്തുണ്ടായിരുന്ന ആ തിരക്കൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. വളരെയധികം നിയന്ത്രിച്ച് തന്നെയാണ് അധികൃതർ ഇപ്പോഴത്തെ തിരക്കിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ സന്നിധാനം മുതൽ അപ്പാച്ചിമേട് വരെ, ഏകദേശം അപ്പാച്ചിമേട് വരെയാണ് ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. എങ്കിലും നിയന്ത്രിച്ച് തന്നെ സുഗമമായി തന്നെ ഭക്തജനങ്ങൾക്ക് മല കയറി വരാനുള്ള സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കുന്നുണ്ട്. രാവിലെ ഉണ്ടായിരുന്ന തിരക്കിൽ നിന്നും വലിയ ശമനം തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്നാലും നിയന്ത്രണങ്ങൾ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഘട്ടം ഘട്ടമായി തന്നെയാണ് ഇപ്പോഴും ഭക്തജനങ്ങളെ മുകളിലേക്ക് കയറ്റിവിടുന്നത്. ഇന്നലെ ഏകദേശം 1,969,000 പേരാണ് പടി കയറി മുകളിലോട്ട് വന്നത്. 18ാം പടി കയറിയത്. അത് ഈ മണ്ഡലകാലത്തിലെ ഏറ്റവും കൂടിയ സംഖ്യയാണ്.
ഇന്ന് ഇപ്പോൾ ഇതുവരെ 85,000 പേർ പടി കയറി എന്നാണ് നമുക്ക് കിട്ടുന്ന കണക്ക്. ഈ കണക്ക് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നലത്തേക്കാൾ കൂടുതൽ റെക്കോർഡ് ജനസംഖ്യ 18 പടി കയറി മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്നലത്തെ കണക്ക് മറികടക്കാനുള്ള സാധ്യത ഇന്നുണ്ട്. നാളെ തങ്കാങ്കി ഘോഷയാത്രയും മറ്റന്നാൾ അതായത് 27-ാം തീയതി മണ്ഡല പൂജയുമാണ്. അപ്പോൾ ഈ 2 ദിനങ്ങളും കണക്കിലെടുത്തുകൊണ്ട് വലിയ ജനസംഖ്യ, വലിയൊരു ഭക്തജന തിരക്ക് തന്നെ വരും ദിവസങ്ങളിൽ അനുഭവപ്പെടാം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ തോതിലുള്ള സജ്ജീകരണങ്ങളാണ് അധികൃതർ സന്നിധാനത്തും മറ്റു പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 3000-ത്തിലധികം സേനാംഗങ്ങളെ, വിവിധ സേനാംഗങ്ങളെ സന്നിധാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികൃതരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്നാൽ പുല്ലുമേട് വഴിയും മറ്റ് കാനനപാത വഴിയും വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ മുന്നിൽ തുടരുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ, ഇന്നലെ ഉണ്ടായിരുന്ന റെക്കോർഡ് സംഖ്യയിൽ കൂടുതൽ ആളുകൾ മല കയറാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. നാളത്തെ ദീപാരാധന പ്രമാണിച്ച് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭക്തരെ കടത്തിവിടില്ല. അപ്പോൾ ഉണ്ടാകുന്ന വലിയ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിലെ തിരക്ക് എത്രത്തോളം ക്രിയാത്മകമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം.